കണ്ടേട്ടാ, നിങ്ങളാളാകെ മാറിപ്പോയല്ലോ. എല്ലാരും പറയണ്ടേനി നിങ്ങളിപ്പോ വലിയ സെറ്റപ്പിലാന്ന്. നാട്ടിലെ മൊത്തം പാട്ടായോ? നിങ്ങൾക്ക് ആടെ എന്തേനി പണി? ഗൾഫിലോ? ആ, ഗൾഫിലെ പണി എന്താന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വിശ്വസിക്കൂല. പിന്നെ ഗൾഫ് ഇനി വിചാരിക്കുന്ന പോലുള്ള സ്ഥലമൊന്നുമല്ല. ഇത് കണ്ടത് ഇതൊക്കെ ഭയങ്കര എന്തോ ഒരു വൃത്തികെട്ട സ്ഥലം. ഗൾഫ് അതല്ല, മനോഹരമായ ഇങ്ങനെ കണ്ണാടി പോലത്തെ സ്ഥലം. നമുക്ക് കാലെടുത്ത് ഇങ്ങനെ ചവിട്ടാൻ പോലും തോന്നൂല, അത്രയ്ക്ക് വൃത്തിയുള്ള സ്ഥലം. പിന്നെ ചായപ്പീടി എന്ന് പറഞ്ഞാൽ നമ്മളെ ദാമോരട്ടന്റെ ചായപ്പീടി പോലത്തെ ചായപ്പീടി ഒന്നും അല്ല. അവിടുത്തെ ചായപ്പീടിയൊക്കെ ഏസിയാണ്. ഫുള്ള് ചില്ലും കൂട്ടിലെ സാധനങ്ങൾ. എന്തൊക്കെയാ ഇവിടുത്തെ മാറ്റ സാധനങ്ങളൊന്നല്ല. ബർഗർ, പിസ്സ, കുബൂസ്, ഇതൊക്കെ കണ്ടാ മതി തിന്നാണ്ട് തന്നെ വെള്ളം അറിയും, വയറും അറിയും. അതാണ് ഗൾഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ നീ എന്താ പണി നോച്ചില്ലേ? എന്താ അതിന്റെ പണി? തെങ്ങുമ്മ കേരള. ആ തെങ്ങ് എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞ എന്നെ ഇറിറ്റേഷൻ ആക്കല്ലേ. എനിക്കവിടെ പണി എന്ന് പറഞ്ഞാല് പനേന്റെ മുകളിൽ കയറല. പനേന്റെ മുകളിലേ ഇനി വിചാരിച്ച പോലെ തളപ്പിട്ട് കയറുകയല്ല. അവിടെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ എടുത്ത് നമ്മൾ പനേന്റെ മേട്ടിൽ നിൽക്കുക. മെഷീന്റെ മുകളിൽ കയറുന്ന ഒരു സ്വിച്ച് ഇടുക, മേല വേറെ ഒരു സ്വിച്ച് ഇടുക, താഴ. അത്രയ്ക്ക് എളുപ്പല്ലേ അവിടെ പണി. കണ്ടേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അത്? അതെ, എനിക്ക് ഗൾഫ് പോവാൻ നല്ല ആഗ്രഹമുണ്ട്. വേണം. നിന്നെ പോലത്തെ ഈ ആഗ്രഹമുള്ള ആളുകളെ ഗൾഫ് കാത്തു നിൽക്കുകയാണ്. ഇഷ്ടം പോലെ തൊഴിലവസരങ്ങളാ. ഗൾഫ് മാടി വിളിക്കല്ലേ നിങ്ങളെ പോലത്തെ ആൾക്കാരാ. എനിക്ക് എന്ത് പണിയാ അവിടെ ഉണ്ടാവുക? പണിയാ കൊടുക്കുക. എന്താ ചോദിച്ചേ? എനിക്ക് എന്ത് പണി അവിടെ? നിനക്ക് അവിടെ ഒരു പണി ഉണ്ടാവൂല. പിന്നെ ഞാൻ എന്തിനു വരിക? നിന്നെ ഞാൻ അവിടെ ഒരു അറബീന്റെ വിട്ട് പണിക്കാക്കിയാൽ ഇനി ഒരു പണി എടുക്കണ്ട. ഇപ്പൊ നിലം തുടയ്ക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീന്റെ മുകളിൽ ഞാൻ അവിടെ കയറി കുത്തിഞ്ഞു കൊടുത്താൽ മതി. മെഷീൻ അങ്ങ് തുടച്ചോളൂ. ഒരു പണിയുമില്ല. പിന്നെ അത് ഒരു പണിയില്ല. മെഷീൻ എന്നെ കൊണ്ട് അങ്ങ് പോയിക്കോളൂ. എന്നാലേ നിങ്ങളിനെ കൊണ്ടുപോവോ? കണ്ടേട്ടാ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു 75,000 രൂപ തയ്യാറാക്കി വെച്ചോ. 75,000? വിസക്ക് അല്ലാണ്ട് പോവാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോ. ആരുടെയും കടം വാങ്ങോ? പൊന്നൊക്കെ ഉണ്ടല്ലോ. കുടുംബശ്രീന്ന് കിട്ടും ലോണ് ചോദിച്ചാല്. 75,000 രൂപ ഉണ്ടാക്കി വെച്ചിട്ട് പ്രവിജി എന്നെ വിളിക്കേ. ഓക്കെ, ബൈ. ഗൾഫ് മറക്കണ്ട. 75,000 ലിങ്കേജ് ഒരു 20 കിട്ടും. ബാക്കി എവിടുന്ന്? അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? ഞാനേ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത് ബിസിനസ്? തുന്നൽ പീടിയ. എന്റെ ദൈവമേ, വേറൊന്നും തുടങ്ങാൻ പറ്റിയില്ല? തുന്നപ്പിടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നഷ്ടല്ലേ? എല്ലാരും ഇപ്പൊ റെഡിമെയ്ഡാണ്. ബ്ലൗസ് റെഡിമെയ്ഡ് കിട്ടും, സാരി റെഡിമെയ്ഡ് കിട്ടും, ചുരിദാർ റെഡിമെയ്ഡ് കിട്ടും, സകല സാധനവും. പിന്നെ മുക്കിലും മൂലയിലും ഒക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, പുതിയൊരു പരിപാടി പറഞ്ഞുതരാം. ജനസേവന കേന്ദ്രം. നമ്മുടെ യാത്രയൊക്കെ പോലെ കറണ്ട് ബില്ലടയ്ക്കാം, ഫോൺ ബില്ലടയ്ക്കാം, വാട്ടർ ബില്ലടയ്ക്കാം. ക്യൂ ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അവർക്ക് സമയമില്ല. അതൊക്കെ ഇപ്പൊ ഫോണിൽ ഓൺലൈനിൽ അടയ്ക്കാൻ പറ്റൂ. നിങ്ങളിപ്പോഴും പഴയ ഇതും കൊണ്ട് നടക്കുക. ഞാനൊരു കാര്യം പറയാം. ബ്യൂട്ടി പാർലർ, ഫേഷ്യല്, ത്രെഡിങ്, എത്ര പൈസ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നേ? ആണോ? ബ്യൂട്ടി പാർലർ തുടങ്ങാം. ബ്യൂട്ടി പാർലർ എങ്ങാനും തുടങ്ങിയാല് അല്ല പെണ്ണുങ്ങളെ മുഖത്ത് എന്തെങ്കിലും തേച്ച് പൊള്ളിപ്പോയാലുണ്ടല്ലോ, പിന്നെ അത് കേസായി കൂട്ടായോ ഒന്നും പറയണ്ട. പിന്നെ അതൊന്ന് തുടങ്ങണമെങ്കിൽ 10 ലക്ഷം റുപ്യോളം വേണ്ടി വരും. ഒരു ഹൈ ചെയറ്, കണ്ണാടി വലുത്, എന്തൊക്കെ സാധനങ്ങൾ അതിന്റെ ഉള്ളിൽ വേണം. ഭയങ്കര നഷ്ടമായിരിക്കും. അതിനേക്കാളും സൂപ്പറായിട്ട് ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം. സിമ്പിൾ, വെരി സിമ്പിൾ. 2 പശുക്കൾ, 2 പശുക്കളെ വാങ്ങിയാൽ മതി. പാലിന് പൈസ, മോരിന് പൈസ, നെയ്യിന് പൈസ, മൂത്രത്തിന് വരെ. പാലിനേക്കാൾ വിലയാ മൂത്രത്തിന്, ഗോമൂത്രം. പിന്നെ ചാണകത്തിന് വരെ പൈസ. വമ്പൻ ലാഭ. എല്ലാരും തന്നെ തുടങ്ങുന്നു. ഉറപ്പാന്നല്ലാണ്ട്. അപ്പൊ അതങ്ങ് ഉറപ്പിക്കട്ടെ ഞാൻ. വേണ്ട, പശുവിനെ വാങ്ങിയ നിങ്ങൾക്ക് ഒരു വഴിക്ക് പോവാൻ പറ്റൂല. അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കണം. തൽക്കാലം ഞാനൊരു കാര്യം ചെയ്യാം. എന്താ? ഒരു ബിസിനസ് ഞാൻ തുടങ്ങാൻ പോകുന്നില്ല. എന്റെ പൈസയെ ഞാൻ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് അങ്ങ് വെച്ചോളാം.
ഇതാരത് പ്രവിജയോ എന്തല്ല നല്ല തന്നെ ഇവര് ഇവിടെ തന്നെയല്ലേ ഞങ്ങളിങ്ങനെ വെറുതെ ഓരോ കഥയൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നേനി. കണ്ടോളി എന്നാ അല്ല ഒരു കാര്യം പറയാണ്ടേനി. പറഞ്ഞോളി ഇവള് ഇങ്ങെന്തെങ്ങനെ നാണം കുടുങ്ങി കളിക്കുന്നത്. ഇല്ല ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല, ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. അതെ സൈനത്ത, നിങ്ങൾ എനിക്കൊരു 50,000 ഉറുപ്പ്യ തരുമോ? 50,000 ഉറുപ്പ്യോ? അത്രയും പൈസക്ക് എന്തിനാണക്ക്? ഇന്നെ ദുബായ് കാത്തിരിക്കുക. അന്യോ? ആ ദുബായോ? ഇവളെന്തൊക്കെയാണോ പറയുന്നത്? അനക്കെന്താ പ്രാന്തായോ? അല്ല, എനിക്കൊരു വിസ വന്നിട്ടുണ്ട്. എവിടെ പോവാൻ? ദുബായിക്ക് പോവാനോ? ആ ആടെ ജോലിയൊക്കെ റെഡിയോ? അനക്കെന്താ പണിയാടാ? ജോലിയൊന്നുമില്ല. ജോലിയൊന്നും ഇല്ലാണ്ട് ഇനി ദുബായിക്ക് പോകുക, അന്നെ ദുബായ് കാത്തിരിക്കുക. എന്താടോ വട്ടായി പോയിരുന്നു തോന്നിട്ടോ. ഞാൻ പറയുന്നത് സത്യ. എനിക്കൊരു വിസ വന്നിട്ടുണ്ട് ദുബായിന്ന്. അതില് ഞാൻ അങ്ങോട്ട് കേറി പോയാ മതി. പിന്നെ പൈസക്കാരിയായിട്ടാ തിരിച്ചു വരിക. ഇങ്ങനത്തെ പ്രാന്തൊക്കെ കണക്ക് ആരാ പറഞ്ഞു തന്നെ? ഭ്രാന്തൊന്നല്ല, കണ്ടേട്ടൻ പറഞ്ഞ. ആര് പറഞ്ഞത്? നമ്മളെ കണ്ടേട്ടൻ. ഇപ്പൊ എടി അണക്കെന്താ പ്രാന്തുണ്ടോ പ്രഭിജേ? ആ കണ്ടെന്ന് പറഞ്ഞ മൂപ്പര് ദുബായ് പോയി, ദുബായിന്ന് വന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലോ പ്രാന്തും കെട്ടി നടക്കുക. എനിക്ക് തോന്നുന്നു പനേന്റെ മോളിന്ന് എങ്ങനെ അവിടുന്ന് വീണിട്ടുണ്ടാവും. ഈ ഒന്ന് മിണ്ടാണ്ടിരിക്കോ? മൂപ്പരെ പത്രാസ് കണ്ടിക്കുന്ന ഈ. അല്ല, ആ പത്രാസും കണ്ടിന്റെ പൊന്നു പ്രഭിജെ, കയ്യിലുള്ള പൈസ ഞാനും കണക്ക് 50,000 ഉറുപ്പ്യയും കടവും തന്ന് ഉള്ളതൊക്കെ വിറ്റുപെറുക്കി വെറുതെ ദുബായി പോയിട്ട് വെറുതെ ഇഞ്ഞ് പ്രാന്തും കെട്ടി നടക്കേണ്ട ഒരു അവസ്ഥ ഇഞ്ഞ് ഉണ്ടാക്കരുത്. എന്തേ എന്തെങ്ങനൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ലേ? പിന്നല്ലാണ്ട് എന്താടി ഇതൊന്നും നടപ്പുവച്ചല്ലോ. അണക്കിവിടെ അത്യാവശ്യം നല്ല പണിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചെയ്ത് കുടുംബം നോക്കി ജീവിച്ച വെറുതെ ഉള്ള ദുബായ് കാത്തുകയൊന്നുമില്ല. എന്നാ ശരി, ഞാൻ പോട്ടെ. അതേക്ക് നല്ലേ. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നട്ടോ. ഇവക്ക് എന്താല്ലേ? സൈനത്ത, ഓ ഞാനേ വല്ലാണ്ട് അങ്ങ് ആഗ്രഹിച്ചു പോയി പോവാനേ. അയ്യോ, അല്ലാണ്ടങ്ങ് ആഗ്രഹിച്ചു പോയിന്ന് ദുബായി പോവാൻ കണ്ടന്റെ വാക്കും കേട്ട് പോയിനടി അടന്ന്. പലതരത്തിലുള്ള ഭ്രാന്തും കണ്ടിക്ക്. ദുബായി പോകാൻ വേണ്ടിട്ട് കൂടെ 50,000 ഉറുപ്പ്യ ഇമ്പളും കൊടുത്ത് ഓള് ലങ്കേജ് ഒന്നും എടുത്തിട്ട് ഓള് കടവും വാങ്ങിട്ട് ഓള് ദുബായിക്ക് പോകുക. നട്ടഭ്രാന്ത് തന്നെ.